Hi besties, welcome to my channel. എൻ്റെ പേര് ഷിൻഷ. നമ്മുടെ ചാനലിൻ്റെ പേര് ഷിൻസ് ക്രിയേറ്റീവ് ബ്യൂട്ടി. അപ്പോൾ നമ്മുടെ ചാനലിൽ പുതുതായിട്ട് ആരെങ്കിലും അംഗങ്ങളാവാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനോട് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ കാണാം. ആ കുഞ്ഞു ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോസ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ കാണാം. ഇന്ന് ഞങ്ങൾക്ക് ചെയ്യാൻ പോകുന്നത് ഒരു DIY ആണ്. ഒരു ഗോത്തിക് കാൻഡിൽസ് ആണ്. അതുപോലെ തന്നെ ഒരു എഗ് സൈസ് കാൻഡിലും. അപ്പോൾ നമുക്കിന്ന് കാൻഡിൽസ് എങ്ങനെ മെൽറ്റ് ചെയ്തിട്ട് വാക്സ് മെൽറ്റ് ചെയ്ത് എങ്ങനെ കാൻഡിൽസ് ചെയ്യാമെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ലെറ്റ്സ് ഗെറ്റ് ടു ദ വീഡിയോ. അപ്പോൾ നമ്മളിവിടെ കാൻഡിൽസ് എടുക്കുക, ചെറിയ കാൻഡിൽസ് എടുക്കുക, അത് കട്ട് ചെയ്ത് ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഇടുക. നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാവുന്ന ചെറിയൊരു പാത്രത്തിലേക്ക് പീസസ് ആക്കി കട്ട് ചെയ്തിടുക. അതിനുശേഷം നമ്മളിത് ഡബിൾ ബോയിലിംഗ് ചെയ്തിട്ടാണ് നമ്മളിത് മെൽറ്റ് ചെയ്യാൻ പോകുന്നത്. ഈ വാക്സ് നമ്മൾ മെൽറ്റ് ചെയ്യാൻ പോകുന്നത് ഡബിൾ ബോയിലിംഗ് ചെയ്തിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വെള്ളം ചൂടാക്കാൻ വെക്കുക. ഒരു പാത്രത്തിൽ വെള്ളം ചൂടാക്കി അതിൻ്റെ മുകളിൽ നമ്മുടെ വാക്സ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിനാണ് ഡബിൾ ബോയിലിംഗ് എന്ന് പറയുന്നത്. നമ്മളത് മെൽറ്റ് ചെയ്യാണ്. നമ്മുടെ വാക്സ് മെൽറ്റായി വരുന്നത് കാണാം നിങ്ങൾക്ക്. സൈഡിലെല്ലാം കണ്ടോ നമ്മുടെ ക്യാൻഡിൽസോ അല്ലെങ്കിൽ പാക്കറ്റിൽ കിട്ടുന്ന വാക്സോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ എൻ്റെ അടുത്തുള്ളത് ചെറിയ ചെറിയ ക്യാൻഡിൽസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതെല്ലാം കട്ട് ചെയ്ത് പീസസ് ആക്കിയിട്ടിട്ട് ഇവിടെ മെൽറ്റ് ചെയ്യാണ്. ഇപ്പോൾ മെൽറ്റായി വരുന്നുണ്ട്, അരികിലെല്ലാം മെൽറ്റായി വരുന്നുണ്ടല്ലേ. ഇങ്ങനെ മെൽറ്റ് ചെയ്തിട്ട് നമ്മൾ കളർ വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്, കളർ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ചെറിയ ക്രയോൺസ് ആണ്. അപ്പോൾ എൻ്റെ അടുത്ത് കുഞ്ഞു കുഞ്ഞു ക്രയോൺസ് ഉണ്ട്. മോൻ കളർ ചെയ്ത് പൊട്ടിച്ച് കളയുന്ന ക്രയോൺസ് ഒക്കെ ഉണ്ട്. അപ്പോൾ കുഞ്ഞു കുഞ്ഞു ക്രയോൺസ് എടുക്കുക, ചെറിയ ചെറിയ പാത്രങ്ങൾ എടുത്ത് വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇത് മെൽറ്റായി വരുന്നുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് മെൽറ്റ് ആവുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മൾ ചെറിയ പാത്രത്തിലേക്ക് വാക്സ് മാറ്റി അതിലേക്ക് ഓറഞ്ച് കളർ ഒരു ക്രയോൺ പീസും അതുപോലെ ഗ്രീൻ കളർ ഒരു ക്രയോൺ പീസും നമ്മൾ ചേർത്തു. ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ വാക്സിൻ്റെ കളർ ചേഞ്ച് ആയി വരും. ഓറഞ്ച് ഓൾറെഡി ഞാൻ ചേർത്ത് വെച്ച കാരണം കൊണ്ടാണ് പെട്ടെന്ന് കളർ ചേഞ്ച് ആയത്. ഇതിങ്ങനെ മിക്സായിട്ട് കളർ ചേഞ്ച് ആയിട്ട് വരും. അതുപോലെ ഈ ഗ്രീൻ കളറും നമ്മൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതൊന്ന് മെൽറ്റ് ആകുമ്പോൾ കളർ ചേഞ്ച് ആയി വരും. നമുക്ക് ലൈറ്റ് ഗ്രീനാണ് വേണ്ടത്. ഇപ്പോൾ നമ്മൾ ലൈറ്റ് ഗ്രീൻ കളറാണ് ഇപ്പോൾ അത്. കളർ എത്രത്തോളം ഡാർക്ക് വേണം അതിനനുസരിച്ച് നമ്മൾ ക്രയോൺസ് ചേർത്ത് കൊടുക്കണം. ബാക്കി വൈറ്റ് ക്രയോൺസ് ഇവിടെ ഉണ്ട്. അതിൽ നമ്മൾ കട്ട് ചെയ്തിടുമ്പോൾ ഉള്ള ആ ത്രെഡിൻ്റെ പീസസ് ഒക്കെ ഉണ്ട്. അതൊക്കെ റിമൂവ് ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാനായിട്ട്. മെൽറ്റ് ചെയ്ത വാക്സ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഗ്രീൻ കളറുണ്ട്, അതുപോലെ തന്നെ വൈറ്റ് കളറുണ്ട്, നോർമൽ കളറ്, പിന്നെ ഓറഞ്ച് കളർ ചേർത്തിട്ട് നമ്മൾ ഓറഞ്ച് കളറും വാക്സ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ചെറിയൊരു കാൻഡിൽ പീസും അതുപോലെ തന്നെ ചെറിയൊരു ബോട്ടിൽ ക്യാപ്പ്, ഏതെങ്കിലും ഒരു ജാം ബോട്ടിലിൻ്റെ ക്യാപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനുശേഷം ഒരു ലൈറ്റർ എടുത്തിട്ട് ഈ കാൻഡിൽ ഒന്ന് ജസ്റ്റ് ഇതിൻ്റെ ബാക്ക് സൈഡ് ഒന്ന് ലൈറ്റൻ ചെയ്ത് ഇതിൽ ഫിക്സ് ചെയ്യാം. നമുക്ക് ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം ഈ വൈറ്റ് കാൻഡിൽ വാക്സ് നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്നത് നമ്മളെടുത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ജസ്റ്റ് ഒരു ബേസ് ഇതിൽ ഒഴിച്ചതിന് ശേഷം തന്നെ അപ്പോൾ തന്നെ നമ്മൾ വെള്ളത്തിൽ മുക്കുക. നിങ്ങൾക്ക് കാണാം ലംസ് പോലെ ഫോം ആവുന്നത്. കണ്ടല്ലേ, ഇതാണ് ഗോത്തിക് കാൻഡിൽസ് നമ്മൾ ഉണ്ടാക്കുന്ന രീതിയാണിത്. അപ്പോൾ കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കുക, അപ്പം നമ്മൾ വെള്ളത്തിൽ മുക്കുക. വീണ്ടും ഇങ്ങനെ വെള്ളം കളഞ്ഞിട്ട് വീണ്ടും കുറച്ച് വാക്സ് ഇവിടെ ഒഴിച്ചു കൊടുക്കുക, വെള്ളത്തിൽ മുക്കുക. ഇനി ഈ സൈഡിലോട്ട് വെച്ചിട്ട് കുറച്ചുകൂടെ വാക്സ് ഒഴിക്കുക, വെള്ളത്തിൽ മുക്കി താത്തി പൊക്കുക. ഇപ്പോൾ വൈറ്റ് കളറായി. ഇനി നമുക്ക് വേറെ ഏതെങ്കിലും കളർ വേണമെന്നുണ്ടെങ്കിൽ, ഗ്രീൻ കളർ വേണമെന്നുണ്ടെങ്കിൽ ലൈറ്റ് ഒരു ഗ്രീൻ ഷെയ്ഡാണ്, ഇത് വെക്കുക. ഒഴിച്ച വശം വെള്ളത്തിൽ മുക്കി ഒന്ന് എടുക്കുക. അപ്പോൾ വൈറ്റിലൊരു ലൈറ്റ് ഷെയ്ഡ് വന്നിട്ടുണ്ട്, ഗ്രീനിൻ്റെ ഷെയ്ഡ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും, ലൈറ്റ് ഷെയ്ഡ് വന്നിട്ടുണ്ട്.
ഈ വേസ്റ്റെല്ലാം നമ്മളൊന്ന് പയ്യെ ഒന്ന് എടുത്തിട്ട് കൈ വെച്ചെടുത്തിട്ടൊന്ന് നീക്കി വെക്കേണ്ടതാണ്. ഓക്കെ, ഇനി നമുക്ക് ഓറഞ്ച് ഷെയ്ഡാണ് വേണ്ടത്. അപ്പോൾ ഓറഞ്ച് വാക്സ് എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ ഒഴിക്കുന്നതോടൊപ്പം തന്നെ നമ്മളിത് മേലേക്ക് ഇങ്ങനെ കൊണ്ടുവരാം. ബാലൻസ് വരുന്ന വാക്സ് എല്ലാം അപ്പം തന്നെ എടുത്ത് ക്ലീൻ ചെയ്ത് മാറ്റുക. അത് കഴിഞ്ഞ് ഈ സൈഡിലോട്ട് കുറച്ച് ഓറഞ്ച് വേണം. നമ്മൾ ഇതിലേക്ക് വേറെ കളർ ആഡ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. ഓറഞ്ച് കളർ ആഡ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. നമ്മൾ നന്നായി മര്യാദയ്ക്ക് പിടിച്ചില്ല എന്നുണ്ടെങ്കിൽ ഹോട്ട് വാക്സാണ് നമ്മൾ ഒഴിക്കുന്നത്. അപ്പോൾ നമുക്ക് കൈ പൊള്ളാൻ സാധ്യതയുണ്ട്. ഇച്ചിരൂടെ വലിയൊരു പാത്രത്തിലെടുത്ത് മുക്കുന്നതാണ് നല്ലത്. ഒരു ബക്കറ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. നിങ്ങൾക്ക് കാണിച്ചു തരാൻ ഈസി ആയിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് വെച്ചിട്ട് ചെയ്യുന്നത്. കണ്ടോ, വെറൈറ്റി ഷേപ്പ് വന്നതുണ്ടല്ലേ. ഇതിനാണ് നമ്മൾ ഗോത്തിക് ക്യാൻഡിൽസ് എന്ന് പറയുന്നത്. ഗോത്തിക് ക്യാൻഡിൽസ് ഇതൊരു DIY ആണ്. നമുക്ക് എത്ര നല്ല ഭംഗിയുള്ള ക്യാൻഡിൽസ് എല്ലാം നമ്മുടെ വീട്ടിൽ തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇങ്ങനെ ഗോത്തിക് ക്യാൻഡിൽസ് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തേക്കുന്നതാണ് ഇതൊരെണ്ണം. ഇതൊരു ഡബിൾ ഷെയ്ഡ് വെച്ചിട്ട്, ഇത് നമുക്ക് ട്രിപ്പിൾ ഷെയ്ഡ്. ഇത് ലൈറ്റ് ഷെയ്ഡ്സ് ഉണ്ട്, ഗ്രീൻ ഉണ്ട്, വൈറ്റ് ഉണ്ട്, ഓറഞ്ച് കളറുണ്ട്. ഇത് പിങ്ക് ആണ്, പിങ്ക് ആൻഡ് വൈറ്റ് മാത്രമാണ്. നമുക്ക് ഇങ്ങനെ ഒരു ബോട്ടിലിൻ്റെ ഒരു ക്യാപ്പും അതുപോലെ തന്നെ കുറച്ച് വാക്സ് ഉണ്ട്, അല്ലെങ്കിൽ ക്യാൻഡിൽസ് ഉണ്ട്. പഴയ ക്യാൻഡിൽസ് അങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഇങ്ങനെ ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഞാൻ വേറൊരു DIY ക്യാൻഡിൽ എഗ്സ് കൂടെ കാണിക്കാം. നമുക്കത് ചെയ്ത് നോക്കാം എങ്ങനെയാണെന്ന്. ചെയ്യാൻ പോകുന്നത് എഗ്സ് വെച്ചിട്ടാണ്. ഇത് എഗ്സിൻ്റെ ഷെല്ലാണ്. ഇതിൻ്റെ ഉള്ളിലൊരു ചെറിയ ഹോൾ ഇട്ടിട്ട് നമ്മൾ എഗ് വൈറ്റും എഗ് യോക്സും ഒക്കെ പുറത്തേക്ക് കളയുക. അതിനുശേഷം 2 എഗ്സ് എടുക്കുക. എന്നിട്ട് ഒരു ചെറിയ ഒരു പ്ലാസ്റ്റിക് മൂടി വയ്ക്കുക, ഇതിങ്ങനെ ഫിറ്റായി ഇരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതിലേക്ക് ആദ്യം കുറച്ച് വാക്സ് ഒഴിച്ചു കൊടുക്കുക. പിന്നെ വേറെ ഏതെങ്കിലും ഒരു കളറ് ഒഴിച്ചു കൊടുക്കുക വാക്സ്. അതിനുശേഷം വേറൊരു കളർ ഒഴിച്ചു കൊടുക്കുക. ഇത് ഫുള്ളായാൽ അപ്പം തന്നെ നമ്മൾ ഇതിൻ്റെ ത്രെഡ്സ് ഉണ്ട്, ഇതുപോലെ ചെറിയ ത്രെഡ്സ് എടുക്കുക. വാക്സ് എടുത്തതിന് ശേഷം വരുന്ന ത്രെഡ്സ്, ആ ത്രെഡ്സ് എടുത്തിട്ട് അത് ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുക. ഇത് ഫുൾ ആവുന്നതിന് മുന്നേ നമ്മളിത് ഇറക്കി വെച്ച് കൊടുക്കുക. അപ്പോൾ ഇത് മിക്സായ ഒരു കളറായിട്ടുള്ള ഒരു എഗ്സ് ആയിട്ടാണ് വരിക. നമ്മളിങ്ങനെ ഫിക്സ് ചെയ്ത് കൊടുക്കണം. എടുക്കുക, അതിനകത്തേക്ക് ആദ്യം ഒരു കളർ നമുക്ക് ഇഷ്ടമുള്ള ഏതായത് കളർ വെച്ചാൽ അത് പോർ ചെയ്ത് കൊടുക്കാം. ഓറഞ്ച് കളർ പോർ ചെയ്ത് കൊടുക്കാം. ഒരു ഹാഫ് ഞാനത് ഓറഞ്ച് കളർ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ത്രെഡ് അതിലേക്ക് ഇൻസേർട്ട് ചെയ്യാം. എന്നിട്ടൊരു എഗ് ഹോൾഡറിനകത്തേക്ക് വെക്കാം. ഓക്കെ, ഇങ്ങനത്തെ ഒരു എഗ് ഹോൾഡർ നിങ്ങളുടെ വീട്ടിലുണ്ടാവുമല്ലോ, ഫ്രിഡ്ജിലുണ്ടാവുമല്ലോ, അതിനകത്ത് വെച്ചിട്ട് ആദ്യം ഇതൊന്ന് സെറ്റ് ആവണം. ഇത് സെറ്റ് ആയതിനു ശേഷം വേണം അടുത്ത കളർ കൊടുക്കാം, എന്നാലും ഡബിൾ ലെയർ വരും. ഇതാകുമ്പോൾ നമ്മൾ മിക്സ് കളറാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ നമുക്ക് ഡബിൾ കളർ അല്ലെങ്കിൽ ട്രിപ്പിൾ കളർ ഷെയ്ഡ്സ് വരണമെന്നുണ്ടെങ്കിൽ ആദ്യം ഒഴിച്ച കളർ മിക്സായി സെറ്റ് ആയതിനു ശേഷം വേണം അടുത്ത കളർ പോർ ചെയ്ത് കൊടുക്കാൻ. ഓക്കെ, എഗ്സ് ഒന്ന് ജസ്റ്റ് ഒന്ന് സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്കൊരു പകുതി നിന്നാണ് നമ്മൾ ഒഴിച്ചു വെച്ചത്. അതിലേക്ക് കുറച്ചൊരു യെല്ലോ കളർ കൂടെ വാക്സ്, മെൽറ്റ് ചെയ്തിട്ടുള്ള വാക്സ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതൊന്ന് സെറ്റ് ആവുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതുപോലെ ഈ എഗ്സിലേക്കും കുറച്ച് ഒഴിച്ചു കൊടുക്കുക.
ഇത് ഓൾമോസ്റ്റ് സെറ്റായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിത് സെറ്റാവുന്ന വരെ വെയിറ്റ് ചെയ്യാം. സെറ്റായി കഴിഞ്ഞതിന് ശേഷം ഇതൊന്ന് ലൈറ്റ് ചെയ്ത് നോക്കാം നമുക്ക്. ഓക്കെ, ഹായ് ബെസ്റ്റീസ്. അപ്പോൾ നമ്മൾ ക്യാൻഡിൽസ് എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു. ഇത് ഞാൻ മുന്നേ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. ഇതാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കിയ ക്യാൻഡിൽ. ഗോത്തിക് കാൻഡിൽസ് എന്നാണ് പറയുന്നത്. ഇവിടെ നമുക്ക് ലൈറ്റും ചെയ്യാം. ഇത് ഞാൻ കുറച്ച് മുന്നേ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. ഇതേപോലെ തന്നെ വാക്സ് കാൻഡിൽസ് മെൽറ്റ് ചെയ്തിട്ട് വാട്ടറിൽ വെച്ചിട്ട് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്തെടുത്തിട്ട് ചെയ്തിരിക്കുന്നതാണ്. ഇത് വേറൊരു പീസ്. ഇതൊക്കെ എല്ലാവർക്കും സിമ്പിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഈ സ്റ്റെപ്സ് ഒന്ന് കറക്റ്റായി ചെയ്യണം. അതുപോലെ തന്നെ മാക്സ് മെൽറ്റ് ചെയ്തിട്ട് നമ്മൾ വെള്ളത്തിൽ ഒഴിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ പെടാതെ സൂക്ഷിക്കണം. നല്ല ചൂടുണ്ടായിരിക്കും, അപ്പം നല്ല വേദന ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അത് കയ്യിലാവാതെ സൂക്ഷിക്കുക. ഇനി നമുക്കിതൊന്ന് ലൈറ്റും ചെയ്ത് കാണാം. എഗ്സ് സെറ്റ് ആവുന്നേ ഉള്ളൂ. സെറ്റ് ആയതിനു ശേഷം എടുത്ത് കാണിച്ചു തരാം. ഇപ്പോൾ അത് സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. 30 മിനിറ്റ്സ് എങ്കിലും എടുക്കും. നമ്മൾ പറ്റുമെങ്കിൽ അത് ഫ്രിഡ്ജിൽ വെക്കുക, അല്ലെങ്കിൽ എയർ ഡ്രൈ ആയി തന്നെ സെറ്റ് ആവാൻ നോക്കുക. അപ്പോൾ നമ്മൾ എഗ്സിൽ നമ്മൾ വാക്സ് ഒഴിച്ചു വെച്ചിരുന്നു. അത് നമുക്ക് റെഡി ആയിട്ടുണ്ട്. 2 എഗ്സും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് പയ്യെ ഈ എഗ്ഷെല്ലെല്ലാം ഇതൊന്ന് വിടിയിച്ചെടുക്കണം. ജസ്റ്റ് ഇങ്ങനെ ആക്കിയതിന് ശേഷം നമ്മൾ പയ്യെ കൊട്ടണം. എഗ്ഷെല്ലെല്ലാം നമുക്ക് വിടിയിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ക്യാൻഡിൽ എഗ്സ് റെഡി ആയിട്ടുണ്ട്. എക്സ്ട്രെല്ലാം പുറത്തേക്ക് കളഞ്ഞതിന് ശേഷം കാണുന്നതാണ് ഇത്. നമുക്ക് നന്നായി ഒന്ന് സെറ്റ് ആവുന്നുണ്ട്. അധികം സെറ്റ് ആയിട്ടില്ല. അപ്പോൾ ഇതാണ് ക്യാൻഡിൽ എഗ്സ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെട്ടിരിക്കുന്നു വിചാരിക്കുന്നു. നമുക്കിതെല്ലാം ലൈറ്റ് ചെയ്ത് അപ്പോൾ എല്ലാവരും ഈ ക്യാൻഡിൽസ് എല്ലാം ഈ ക്രിസ്മസ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അപ്പോൾ ബൈ ബൈ.